Question number 16. The kinetic energies of a planet in an elliptical orbit about the Sun at positions A, B, and C are Ka, Kb, and Kc respectively. AC is the major axis and SB is the perpendicular to AC at the position of the Sun S as shown in the figure. അപ്പോൾ നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇതിൽ എവിടെയാണ് കൈനറ്റിക് എനർജി മാക്സിമം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറവ്, കൈനറ്റിക് എനർജിയുടെ റേഷ്യോസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് സൺ. പ്ലാനറ്റ് ഇവിടെ ഇരിക്കുമ്പോഴാണോ അതോ സിയിൽ ഇരിക്കുമ്പോഴാണോ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഇവിടെ വെലോസിറ്റി ഏറ്റവും കൂടുതൽ എവിടെ ആയിരിക്കും? നമുക്കറിയാം ഈ ഡിസ്റ്റൻസിലെ ഏറ്റവും കുറവ്, അതിനേക്കാളും കൂടിയ ഡിസ്റ്റൻസ് ആണ് ഇത്, അതിനേക്കാളും വലിയ ഡിസ്റ്റൻസ് ആയിരിക്കും എസ് സി എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് കുറവുള്ളിടത്ത് എന്തായിരിക്കും? വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ വി എ ഈസ് ഗ്രേറ്റർ ദാൻ എന്തെന്ന് പറയാം? സി ബി ഗ്രേറ്റർ ദാൻ വി സി എന്ന് പറയാം. അപ്പൊ കൈനറ്റിക് എനർജി എവിടെ ആയിരിക്കും കൂടുതൽ? കൈനറ്റിക് എനർജി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി ഓഫ് സി എന്ന് പറയാം. അതായത് അടുത്തുള്ളപ്പോൾ ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളപ്പോഴായിരിക്കും കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ. അപ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും? കൈനറ്റിക് എനർജി ഇവിടെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും, പക്ഷെ സിയെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജിയുടെ റേഷ്യോസ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? കെ എ ഈസ് ഗ്രേറ്റർ ദാൻ Kb is greater than Kc എന്ന് എഴുതാം. അപ്പൊ ഏത് ഒരു ആൻസർ? ഓപ്ഷൻ ബി is the right answer. Next question. Question number 17. A satellite of mass m moving around the earth of mass me in a circular orbit of radius r has angular momentum L. അവിടുത്തെ angular momentum L ആണെന്ന് തന്നിട്ടുണ്ട്. എർത്തിന്റെ മാസ് me ആണെന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കറങ്ങുന്ന സർക്കുലർ ഓർബിറ്റ് റേഡിയസ് എത്രയാണ്? r ആണ്. സാറ്റലൈറ്റിന്റെ മാസ് കുഞ്ഞമാണ്. The rate of the area swept by the line joining the center of the earth and the satellite is. നമുക്ക് എന്തോ കാണണ്ടേ? റേറ്റ് ഓഫ് ദി ഏരിയ ആണ് കാണേണ്ടത്. അതായത് ഡി എ ബൈ ഡി ടി ആണ് കാണേണ്ടത് അല്ലേ? നമുക്ക് ഡി എ ബൈ ഡി ടി ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? 1/2 r സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇവിടുന്ന് 1/2 r സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തോ അത് ഒമേഗയാണ്. അപ്പൊ 1/2 r സ്ക്വയർ എന്തെന്ന് കിട്ടും? ഒമേഗന്ന് കിട്ടും. നമുക്കറിയാം ആംഗുലർ മൊമെന്റം എൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? എം ആർ സ്ക്വയർ ഒമേഗ അല്ലേ? ഇവിടുന്ന് ആർ സ്ക്വയർ ഒമേഗ ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? എൽ ബൈ എം എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ വരുമ്പോ ഡി എ ബൈ ഡി ടി ഈസിക്കൽ ടു എന്തെന്ന് കിട്ടും? ഹാഫ് ഇൻറ്റു എൽ ബൈ എം എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് എത്ര കിട്ടൂടാ? എൽ ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. അപ്പൊ ഏരിയൽ വെലോസിറ്റി ഡി എ ബൈ ഡി ടി വിളിച്ച പേരാണ് എന്ത്? ഏരിയൽ വെലോസിറ്റി എന്നുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയൽ വെലോസിറ്റി. ആ ഒരു ഏരിയൽ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും? എൽ ബൈ 2m എന്ന് കിട്ടും. ആംഗുലർ മൊമെന്റത്തിന്റെ ടേംസിലാണ്. അപ്പൊ ആൻസർ ഇവിടെ എം എന്ന് പറയുന്നത് എന്തുവാ? മാസ് ഓഫ് ദ സാറ്റലൈറ്റ് ആണ്. അപ്പൊ ആൻസർ ഏത് വരോടാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 18. If A is the aerial velocity of a planet of mass m, its angular momentum is. അതിന്റെ ആംഗുലർ മൊമെന്റം എത്രയായിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. നമുക്കിപ്പോ പഠിച്ചതേ ഉള്ളൂ. ഏരിയൽ വെലോസിറ്റി A is equal to എങ്ങനെ എഴുതാന്നാ നമ്മൾ പറഞ്ഞത്? L divided by 2m. അതല്ലേ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ. ഇവിടെ ഏരിയൽ വെലോസിറ്റി A എന്ന് തന്നിട്ടുള്ളതുകൊണ്ടാണ് A is equal to എന്തെന്ന് എഴുതിയത്? L divided by 2m എന്ന് എഴുതിയത്. ഇവിടുന്ന് നമുക്ക് L is equal to എന്തെന്ന് കിട്ടും? 2m into A എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി is the right answer. Next question. Question number 19. In planetary motion, the aerial velocity of a position vector of a planet depends on angular velocity omega and the distance of the planet from the sun r. If so, the correct relation for aerial velocity is. അപ്പൊ ഏരിയൽ വെലോസിറ്റി എന്തുവാ? ഡി എ ബൈ ഡി ടി. ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞ? എൽ ഡിവൈഡഡ് ബൈ 2m. ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താടാ? എൽ ഡിവൈഡഡ് ബൈ 2m. ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താ? ആംഗുലർ മൊമെന്റം. എം എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് ദ പ്ലാനറ്റ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എൽ ഈസ് ഈക്വൽ ടു എന്താ? എം ആർ സ്ക്വയർ ഒമേഗയാണ്. അപ്പൊ എനിക്കിവിടെ ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? എം ആർ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. ഈ എം ക്യാൻസൽ ആയ ഡി എ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റന്റ് അങ്ങ് പോകും. പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് കിട്ടൂടാ? ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും അല്ലെ? അപ്പൊ ആൻസർ ഏത് വരും? ആർ സ്ക്വയർ ഒമേഗ. ഓപ്ഷൻ C is the right answer. dA by dt aerial velocity is proportional to omega r square അല്ലെങ്കിൽ r square omega. Next question. Question number 20.
കെപ്ലേഴ്സ് തേർഡ് law, that is t square is directly proportional to r cube. അതാണ് എന്ത് കെപ്ലറിന്റെ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്. അത് എന്തിന്റെ കോൺസിക്വൻസ് ആണ്, അതായത് എന്തിന്റെ കൺസർവേഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും എന്നുള്ളൊരു തിയറി യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തത്? കെപ്ലറിന്റെ തേർഡ് law എന്ത് ചെയ്തത്? ഒബ്റ്റെയിൻ ചെയ്തെടുത്തത്. ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. അപ്പൊ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ് കാൾഡ് യൂണിവേഴ്സൽ ലോ ബിക്കോസ്. എന്തുകൊണ്ടാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂണിവേഴ്സൽ ലോ എന്നറിയപ്പെടുന്നത്? അത് നമുക്ക് എല്ലായിടത്തും എന്താണ്? ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ അറ്റ് ഓൾ പ്ലേസസ് ഓഫ് യൂണിവേഴ്സ് ഫോർ ഓൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പാർട്ടിക്കിൾസ്. ഏതൊരു പാർട്ടിക്കിൾ ആവട്ടെ, ഏത് ഡിസ്റ്റൻസ് ആവട്ടെ, എല്ലായിടത്തും യൂണിവേഴ്സിലുള്ള എല്ലാ പ്ലേസിലും അതെന്താണ്? ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചത്? യൂണിവേഴ്സൽ ലോ എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Question number 22. A body of mass m is divided into two parts, masses m and m minus m. ഒരു ക്യാപിറ്റൽ എം ഉള്ള ബോഡിയെ എന്ത് ചെയ്യുന്നു? രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ എം മാസ് ഉള്ള ഒരു ബോഡിയെ എടുത്ത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നിന്റെ മാസ് കുഞ്ഞെമ്മും മറ്റേതിന്റെ മാസ് എന്തുവാ? ക്യാപിറ്റൽ എം മൈനസ് കുഞ്ഞെമ്മും ആണ്. ഓക്കെ അല്ലേ? ഇഫ് ദേ ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ്, then the relation between m and m for the maximum force of attraction between them will be. ഇവരെ എന്ത് ചെയ്യുക? ഒരു ഡിസ്റ്റൻസ് ഡിയിൽ കെപ്റ്റ് ചെയ്യുക. ഒരു ഡിസ്റ്റൻസ് എന്തിൽ കെപ്റ്റ് ചെയ്യുക? ഡിയിൽ കെപ്റ്റ് ചെയ്യുക. അങ്ങനെ കെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇവർ തമ്മിൽ എന്തായാലും എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആവുന്നത് ഈ എമ്മും എമ്മും, കുഞ്ഞെമ്മും വലിയ എമ്മും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ ആകുമ്പോഴെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി എന്ത് വരും? എഫ് ഈസ് ഇക്വൽ ടു ജി കുഞ്ഞം ഇൻറ്റു ക്യാപിറ്റൽ എം മൈനസ് എം ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഡി എന്നെടുത്താൽ ഡി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആണെന്ന് പറഞ്ഞാൽ, അത് മാക്സിമം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്താ പറയാം? ഡി എഫ് ബൈ ഡി എം എന്തിന് ഈക്വലാന്ന് പറയാം? നമുക്ക് സീറോയ്ക്ക് ഈക്വലാന്ന് പറയാം. ഓക്കെ അല്ലേ? ഇവരുള്ള ഫോഴ്സ് മാക്സിമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി എഫ് ബൈ ഡി എം എന്തിന് ഈക്വലാന്ന് പറയാം? സീറോയ്ക്ക് ഈക്വൽ ആവുമെന്ന് പറയാം. അപ്പൊ ഇവിടുന്ന് എഫ് ഈസ് ഇക്വൽ ടു എന്തെന്ന് കിട്ടും? ജി എം എം മൈനസ് എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് ജി ബൈ ഡി സ്ക്വയർ കോൺസ്റ്റന്റ് അല്ലേ? എം എം മൈനസ് എം സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഡി എഫ് ബൈ ഡി എം എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഡി എഫ് ബൈ ഡി എം ഈസ് ഇക്വൽ ടു ഇവിടുന്ന് ഈ എം എന്ത് ചെയ്യും? പോവും. അപ്പൊ എം മൈനസ് എന്നിട്ട് എം സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? 2. എം മൈനസ് 2 എം എന്ന് കിട്ടും. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? മാക്സിമം ഫോഴ്സ് ആണെങ്കിൽ സീറോയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പൊ എം മൈനസ് 2 എം ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. എം ഈക്വൽ ടു എന്ത് കിട്ടും? 2 എം എന്ന് കിട്ടും. ഇവിടുന്ന് കുഞ്ഞ് എം ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ക്യാപിറ്റൽ എം ബൈ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അവിടെ നമ്മളൊരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കണം. എന്താ? നമ്മൾ ഒരു വലിയ എമ്മിനെ രണ്ട് കുഞ്ഞു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. പക്ഷെ അവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ആ രണ്ട് പാർട്ടിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുന്നത് എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഒരു എമ്മിനെ ഒരു മാസിന് ഇപ്പൊ 10 കിലോഗ്രാം ആണ് മാസ് എങ്കിൽ ഇവര് തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആവണമെങ്കിൽ ഇവര് തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം? 5 കിലോഗ്രാമിന്റെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഡിസ്റ്റൻസിൽ വെക്കണം. എങ്കിലേ ഇവരുടെ ഫോഴ്സ് എന്ത് ചെയ്യുള്ളൂ? മാക്സിമം ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്താ ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. Two astronauts are floating in gravitational free space after having lost contact with their spaceship, the two will. അത് രണ്ട് astronauts എന്ത് ചെയ്യാ? ഗ്രാവിറ്റേഷനിൽ ഒന്നും ഇല്ലാത്തൊരു ഫ്രീ സ്പേസിൽ കിടന്ന് എന്ത് ചെയ്യാ? ഫ്ലോട്ട് ചെയ്യുകയാണ്. അവർക്ക് സ്പേസ് ഷിപ്പുമായിട്ടുള്ള കോണ്ടാക്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എങ്കിൽ അവര് തമ്മിൽ എങ്ങനെ ആയിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. അവര് തമ്മിൽ എങ്ങനെ ആയിരിക്കും? അവര് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അല്ലെ? അവര് എന്ത് ചെയ്യും? മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ. അവരെന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവര് ആസ്ട്രോണറ്റ്സ് രണ്ടുപേരും അവരിലോട്ട് തന്നെ ഒരു കുഞ്ഞ് ആക്സിലറേഷൻ വഴി എന്ത് ചെയ്യും? മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ. ക്വസ്റ്റ്യൻ നമ്പർ 24. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസർഷൻ എന്താ പറയുന്നത്? Two solid spheres of radius r and 2r made of same material are kept in contact.
ഇവിടെ എന്തിനാ ഈ മേഡ് ഓഫ് സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്? അവരുടെ ഡെൻസിറ്റി സെയിം ആയിരിക്കും എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി, എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞിട്ടുള്ളത്? മേഡ് ഓഫ് സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. The mutual gravitational force of attraction between them is proportional to 1/r⁴. അപ്പൊ എന്ത് ചെയ്യാം? അത് കറക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കാം. അപ്പൊ ഡെൻസിറ്റി രണ്ടുപേർക്കും എന്താ സെയിം ആയതുകൊണ്ട് രണ്ടുപേരുടെയും ഡെൻസിറ്റി എനിക്ക് റോ ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? രണ്ട് സോളിഡ് സ്ഫിയറിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ഞാൻ എടുത്തത്? റോ ആണെന്ന് ഞാൻ എടുത്തു. അപ്പൊ ഫസ്റ്റ് സോളിഡ് സ്ഫിയറിന്റെ മാസ് എന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഫസ്റ്റ് സോളിഡ് സ്ഫിയറിന്റെ മാസ് എന്ന് പറയുന്നത് m1 = എങ്ങനെ പറയാം? റോ ഇൻറ്റു v1 എന്ന് പറയാം. ദാറ്റ് ഈസ് റോ ഇൻറ്റു v1 എത്ര കിട്ടും? സ്ഫിയറിന്റെ വോളിയം എത്രയാ? 4/3πr³ ആണ്. അപ്പൊ ഫസ്റ്റ് സ്ഫിയറിന്റെ ആറും എത്രയാ? 6 ആണെന്ന് തന്നിട്ടുണ്ട്, റേഡിയസ് 6 ആണ്. അപ്പൊ ഇവിടെ 4/3πr³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി m2 = എന്ത് കിട്ടും? റോ ഇൻറ്റു വോളിയം ഓഫ് സെക്കൻഡ്. അപ്പൊ റോ ഇൻറ്റു വോളിയം ഓഫ് സെക്കൻഡ് 4/3πr³ പകരം ഇവിടെ r എത്രയാ? 2r ആണെന്ന് തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സോളിഡ് സ്ഫിയറിന്റെ. അപ്പൊ 4/3π ഇൻറ്റു 2r³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായി? രണ്ട് സ്ഫിയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാവും? ഒന്നിന്റെ റേഡിയസ് 6, മറ്റേതിന്റെ 2r. അപ്പൊ രണ്ട് സോളിഡ് സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താവും? ഈ ഒരു r ഉം ഈ ഒരു 2r അല്ലേ? അപ്പൊ 3r എന്ന് വരും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സോളിഡ് സ്ഫിയർ ഈസ് ഈക്വൽ ടു 3r എന്ന് കിട്ടും. അത് ഓക്കെ അല്ലേ? ഓക്കെ. F = എന്താ ഇക്വേഷൻ? gm1m2 ഡിവൈഡഡ് ബൈ r² ആണ്. അപ്പൊ ഇവിടെ g ഇൻറ്റു m1 പകരം എന്തിട്ട് കൊടുക്കാം? 4/3πr³ ഇൻറ്റു റോ. m2 വരെ എന്തിട്ട് കൊടുക്കാം? 4/3π 2r-ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 8r³ എന്ന് വരും. അപ്പൊ 8r³ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ? 3r അല്ലേ? അപ്പൊ 3r² എന്ന് വരും. F = g ഇൻറ്റു 4/3πr³ റോ ഇൻറ്റു 4/3π 8r³ റോ ഡിവൈഡഡ് ബൈ 9r² എന്ന് വരും. ഇവിടെ r-ന്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? F ഈസ് പ്രൊപ്പോർഷണൽ ടു r³ ഇൻറ്റു r³ എത്ര വരും? r⁶ എന്ന് വരും. r⁶ ഡിവൈഡ് ബൈ r² എന്ന് വരും. ദാറ്റ് ഈസ് F ഈസ് പ്രൊപ്പോർഷണൽ ടു r⁴ എന്ന് വരും അല്ലെ? അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁴ എന്നാണോ വന്നേ? അല്ല, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁴ എന്നാ വന്നത്. അപ്പൊ ഇവിടെ അസർഷൻ എന്താ? റോങ് അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r⁴ എന്നായിരുന്നു വരണ്ടേ. ഇവിടെ ഇപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r⁴ എന്നതുകൊണ്ട് അസർഷൻ എന്താടാ? റോങ് ആണ്. ഇനി റീസൺ നോക്കിയേ. ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പോയിന്റ് മാസ് ബോഡീസ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത് കറക്റ്റ് അല്ലേ തന്നിട്ടുള്ളേ? അതായത് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആയിട്ട് പോയിന്റ് മാസസിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഡിസ്റ്റൻസിന്റെ, അവർ തമ്മിൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഈ ഇക്വേഷനിൽ എഴുതിയത് പോലെ F ഈസ് gm1m2 ബൈ r² അല്ലെ? അപ്പൊ F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? r² എന്ന് വരും. അപ്പൊ ഇവിടെ അസർഷൻ കറക്റ്റാ, റീസൺ അസർഷൻ റോങ് ആ, റീസൺ എന്താ? കറക്റ്റാ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി. അസർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 25. If the distance between two masses is doubled, the gravitational attraction between them will be. അപ്പൊ F is inversely proportional to എന്താ? r² ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസ് ഡബിൾ ആവാന്ന് പറഞ്ഞാൽ F' is inversely proportional to എന്തെന്ന് വരും? 2r² എന്ന് വരും അല്ലേ? അതെ. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F' is directly proportional to 1/4r² എന്ന് വരും. ഇവിടുന്ന് F/F' എടുത്താൽ എങ്ങനെ വരുവാടാ? 1/r² ഇൻറ്റു 4r²/1 എന്ന് വരും. r²ഉം ക്യാൻസൽ ആയ F/F' ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഇവിടുന്ന് F' ഈസ് ഈക്വൽ ടു എന്ത് വരും? F/4 എന്ന് വരും. അതായത് ഇനിഷ്യൽ ഫോഴ്സ്, ഇനിഷ്യൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എത്രയായി? 4 ടൈംസ് കുറഞ്ഞു അല്ലെ? അപ്പൊ എന്തൊരു ആൻസർ? ഓപ്ഷൻ ഡി.
It is reduced to a quarter. Quarter എന്ന് പറഞ്ഞാൽ എന്താ 1/4 എന്ന അർത്ഥം. അപ്പൊ it is reduced to a quarter. Next question. Question number 26. The gravitational force on a body of mass 5 kg at the surface of the earth is 50 Newton. എർത്തിന്റെ സർഫസിൽ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്, ഒരു 5 കിലോഗ്രാം ബോഡിയുടെ. If the earth is a perfect sphere, the gravitational force on a satellite of mass 200 kg in a circular orbit of the radius same as the diameter of the earth is. അപ്പൊ നമ്മൾ എന്തോ പറയുന്നത്? എർത്ത് ഒരു പെർഫെക്റ്റ് സ്പിയർ ആണ് എങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി സാറ്റലൈറ്റ്, ഒരു സാറ്റലൈറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ മാസ് തന്നിട്ടുണ്ട് 200 കിലോഗ്രാം ആണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ ഡയമീറ്ററിന് ഈക്വല. അതായത് ഇതിന്റെ റേഡിയസ് എന്തിന് ഈക്വല? എർത്തിന്റെ ഡയമീറ്റർ നമ്മൾ 2r അല്ലേ, അപ്പൊ ഇതിന്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 2r ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏതാ? F = എന്തെന്ന് എഴുതാം? Gmm ഡിവൈഡഡ് ബൈ r². അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 15 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് എഴുതാം? F സാറ്റലൈറ്റിന്റെ എഴുതാം. F സാറ്റലൈറ്റ് = Gm ഇൻറ്റു, അവിടെ m ഡാഷ് മാർക്കില്ല, m ഡാഷ് ഡിവൈഡഡ് ബൈ r² പകരം എന്താവും? 2r² എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ എങ്ങനെ എഴുതാം? Gmm ഡാഷ് ഡിവൈഡഡ് ബൈ 4r² എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ 1 ഉം ഇത് ഇക്വേഷൻ 2 എന്നും കൊടുത്താൽ 1/2 എടുക്കാം. 1/2 എടുക്കുമ്പോൾ എന്ത് കിട്ടും? F 15 ഡിവൈഡഡ് ബൈ Fs = എന്തെന്ന് എഴുതാൻ പറ്റും? 15 ഡിവൈഡഡ് ബൈ Fs = ഈ എമ്മും ജിഎമ്മും വെട്ടിക്കളയാം. നമുക്കത് എഴുതി നോക്കാം. Gmm ഡിവൈഡഡ് ബൈ r² ഇൻറ്റു 4r² ഡിവൈഡഡ് ബൈ Gmm ഡാഷ് എന്ന് വരും. ഇവിടെ ഈ ജിഎമ്മും വെട്ടിക്കളയാം, r² വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടും? 15 ഡിവൈഡഡ് ബൈ Fs = 4m ഡിവൈഡഡ് ബൈ m ഡാഷ് എന്ന് കിട്ടും അല്ലേ? ഇവിടുന്ന് Fs ഡിവൈഡ് ബൈ 50 = എങ്ങനെ എഴുതാൻ പറ്റും? m ഡാഷ് ഡിവൈഡഡ് ബൈ 4m എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് Fs = Fs അല്ലേ കണ്ടുപിടിക്കണ്ടേ? എന്ത് കിട്ടും? m ഡാഷ് ഡിവൈഡഡ് ബൈ 4m ഇൻറ്റു 50 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് m ഡാഷ് അറിഞ്ഞൂടെ? എത്രയാ? 200 കിലോഗ്രാം ആണ്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു മറ്റേ ബോഡിയുടെ മാസ് എത്രയാ? 5. 4 ഇൻറ്റു 5 ഇൻറ്റു 15 എന്ന് കിട്ടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20 ആ. ആ 20 ഈ 20 വെട്ടിക്കളഞ്ഞാൽ എത്ര കിട്ടും? 15 ഇൻറ്റു 10 എന്ന് കിട്ടും. ഇത് എത്ര വരും ഇവിടെ ആൻസർ? 500 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 27. Fg and Fe represent gravitational and electrostatic force respectively between two electrons situated at a distance of 10 cm. The ratio of Fg by Fe is in the order of. അപ്പൊ Fg എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? അതിനെ എങ്ങനെ എഴുതാം? Gmm ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം? r² എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി Fe എന്ന് പറഞ്ഞാൽ എന്തോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ? അതെന്തോ? 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r². അതിനെ എനിക്ക് 1/4πε0 k എന്ന് എഴുതിയാ ഇവിടെ എന്തുവാണ്? രണ്ട് ഇലക്ട്രോൺ അല്ലേ? അപ്പൊ E² ഡിവൈഡഡ് ബൈ r² എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ G ഇൻറ്റു മാസ് ഓഫ് രണ്ട് ഇലക്ട്രോൺ ആയിട്ട് മാസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പൊ m² ഡിവൈഡ് ബൈ അവർ തമ്മിൽ ഡിസ്റ്റൻസ് r² എന്ന് എഴുതാം. അപ്പൊ Fgയും കിട്ടി, Feയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? Fg ഡിവൈഡ് ബൈ Fe കണ്ടുപിടിക്കാം. അപ്പൊ Fg ഡിവൈഡ് ബൈ Fe = എങ്ങനെ കിട്ടുവാടാ? Gme² ഡിവൈഡഡ് ബൈ r² ഡിവൈഡ് ബൈ ke² ഡിവൈഡ് ബൈ r² എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നീ r² വെട്ടിപ്പോയാ ഇതെങ്ങനെ കിട്ടും? Gme² ഡിവൈഡഡ് ബൈ ke² എന്ന് കിട്ടും. ഇനി പറഞ്ഞേ, ജിയുടെ വാല്യൂ എത്രയാ? 6.67 ഇൻറ്റു 10⁻⁻11. മാസ് ഓഫ് ദി ഇലക്ട്രോൺ എത്രയാ? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ എത്രയാ? 9 ഇൻറ്റു 10⁻9 1/4πε0 ഇൻറ്റു ഈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 ഇൻറ്റു 10⁻19 അതിന്റെ സ്ക്വയർ. ഇത് എത്ര കിട്ടാം? 6.6 ഇൻറ്റു 10⁻11 ഇൻറ്റു 9.1ന്റെ സ്ക്വയറിനെ 9ന്റെ സ്ക്വയർ ആയിട്ട് എടുക്കാം. അപ്പൊ 81 ഇൻറ്റു 10⁻31ന്റെ സ്ക്വയർ എത്ര വരുവാടാ? 62 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു
1.6 സ്ക്വയർ 2.56 ഇൻറ്റു 10⁻38 എന്ന് കിട്ടും. ഈ 9 81 വെട്ടി ഇവിടെ എത്ര കിട്ടും? 9 കിട്ടും. 2.56 6.6 വെട്ടി അറൗണ്ട് 3 എന്ന് വരും. 3 ഇൻറ്റു 3 അല്ല 2 വരും. കാരണം ഇത് 2.56 എന്ന് പറയുമ്പോൾ അറൗണ്ട് 3 അല്ലേ, അപ്പൊ 6ഉം 3 യുടെ വെട്ടി 2 വരും. 2 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എത്രയാ? 18. 18 ഇൻറ്റു 10⁻11 ഇൻറ്റു 10⁻62 ഡിവൈഡഡ് ബൈ 10⁻9 ഇൻറ്റു 10⁻38 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഈ 18 നമുക്ക് ഓർഡർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 18 എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ഓർഡർ? ടെൻസിന്റെ ഓർഡർ. അപ്പൊ ഇതിനെ എന്തെന്ന് എഴുതാം? ഇൻറ്റു 10 എന്ന് എഴുതാം. അപ്പോ 10⁻11 ഇൻറ്റു 10⁻62 ഇൻറ്റു 10⁻9 ഈ 10⁻n മോളിൽ പോകുമ്പോൾ 10⁻9 ഇൻറ്റു 10⁻38 മോളിൽ പോകുമ്പോൾ എന്താവും? 10⁻38 ആവും. ഇൻറ്റു 10 വരുമ്പോൾ എന്ത് വരും? 10⁻39 എന്ന് വരും. ഈക്വൽ ടു 10⁻62 ഇത്ര ഇട്ട് 11 62 കൂട്ടുമ്പോൾ 73 എന്ന് വരും. 73 9 എത്ര വരും എടാ? 73 9 കൂടെ 82 എന്ന് വരും. അപ്പൊ 10⁻82 ഇൻറ്റു 10⁻39 എന്ന് വരും. ഇനി 82 39 കുറച്ച് എത്ര വരും? 12 9 പോയാൽ 3, 7 3 പോയാൽ 4. അപ്പൊ എത്ര കിട്ടി? 10⁻43 എന്ന് വന്നു. അപ്പൊ അതിന്റെ ഓർഡർ എത്ര വരും? അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുത്താൽ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തിന്റെ ഓർഡർ ആയിരിക്കും? 10⁻43 ഓർഡർ ആയിരിക്കും. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 28. Two bodies having combined mass of 5 kg are separated by a distance of 20 cm. രണ്ട് ബോഡീസ് ഉണ്ട്. അവരുടെ കമ്പൈൻഡ് മാസ് എന്ന് പറയുന്നത് എത്രയാ? 5 kg ആണ്. അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ? 20 cm ആണ്. If gravitational force between them is 1 into 10⁻8 Newton, then mass of the bodies are. കമ്പൈൻഡ് മാസ് അല്ലേ 5 kg. അപ്പൊ ഒരു ബോഡിയുടെ മാസ് കുഞ്ഞമ്മാണെങ്കിൽ മറ്റത് എത്രയായിരിക്കും എടാ? 5 - m ആയിരിക്കും. കാരണം രണ്ടും കൂടെ കൂട്ടുന്ന എത്രയാ? 5 ആണ്. അപ്പൊ ഒരെണ്ണം m ആണെങ്കിൽ മറ്റത് 5 - m ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് മാസസും കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ F ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ എഴുതാം? Gm1m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. F എവിടെ എത്രയാ? 1 into 10⁻8 ഈസ് ഈക്വൽ ടു G എത്രയാ? 6.67 into 10⁻11 into m1 എന്തിട്ട് കൊടുക്കാം? m ഇട്ട് കൊടുക്കാം. മറ്റേതപ്പൊ എന്താവും? 5 - m ആവും. ഡിവൈഡഡ് ബൈ r. r എത്ര ഇവിടെ? 20 cm അല്ലേ? അതിനെ മീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 20 into 10⁻2 എന്ന് വരും. ഇനി എങ്ങനെ എഴുതാം? 2 into 10⁻1 എന്ന് എഴുതാം. അപ്പൊ 2 into 10⁻1 സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി എങ്ങനെ എഴുതാം? 10⁻8 ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു m ഇൻറ്റു 5 - m ഇൻറ്റു 10⁻11 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എത്ര കിട്ടും? 4 ഇൻറ്റു 10⁻2 എന്ന് കിട്ടും. That is 10⁻8 is equal to 6.67 into m into 5 - m divided by 4. ഈ 10⁻2 മോളിൽ ചെയ്യുമ്പോൾ എന്താവും? 10⁻9 എന്നാവും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യാം? ഈ 10⁻9 10⁻8 വെട്ടി ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും. അപ്പൊ 10 അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 10 ഈക്വൽ ടു 6.67 into m into 5 - m ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഈ 6.67 എനിക്ക് എങ്ങനെ എഴുതാടാ? ഒരു ഊഹത്തിന് പറഞ്ഞാൽ നമുക്ക് ഇവരെ 14/6 എന്ന് എഴുതാം. കാരണം 14/6 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6.67 കിട്ടുന്നത്. അപ്പൊ 10 ഈസ് ഈക്വൽ ടു 14/6 ഇൻറ്റു m into 5 - m ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഈ 4ഉം 14 വിട്ടാൽ ഇവിടെ 10 കിട്ടും. ഈ 10ഉം 10ഉം എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പൊ 6 ഈക്വൽ ടു എന്തെന്ന് കിട്ടും?
m into 5 minus m എന്ന് കിട്ടും. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 5m minus m square എന്ന് കിട്ടും. ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ എങ്ങനെ എഴുതാം? m square minus 5m plus 6 equal to 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊഡക്റ്റ് 6 വന്നു, സം എന്ത് വന്നു? -5 വന്നു. ഏതൊക്കെ രണ്ട് നമ്പർ? -2 -3. അപ്പൊ m square minus 2m minus 3m plus 6 equal to 0. ഇവിടുന്ന് m കോമൺ എടുത്താൽ m into m minus 2 എന്ന് കിട്ടും. ഇവിടെ -3 കോമൺ എടുത്താൽ m minus 2 equal to 0 എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ കിട്ടും? m minus 3 into m minus 2 equal to 0 എന്ന് കിട്ടും. അതായത് ഒന്നെങ്കിൽ മാസ് എത്രയാ? 3 കിലോഗ്രാം, അല്ലെങ്കിൽ എത്രയാ? 2 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പൊ രണ്ട് ബോഡിയുടെ മാസ് കിട്ടിയില്ലേ? എത്രയായിരിക്കും? ഒരെണ്ണം 3ഉം ഒരെണ്ണം 2 ആയിരിക്കും. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ബി, 3, 2 is the right answer. Okay അല്ലേ? Okay, next question. Question number 29. Masses of 2 kilogram and 8 kilogram are placed at a separation of 0.12 meter. ഇവിടെ ഒരു 2 കിലോഗ്രാം മാസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു 8 കിലോഗ്രാം മാസും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 0.12 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? The gravitational force on a unit mass at a point on the line joining the masses 0.04 meter from the 2 kilogram mass is. അതായത് ഈ 2 കിലോഗ്രാം മാസിൽ നിന്ന് 0.04 മീറ്റർ അകലെ എന്തിരിപ്പുണ്ട്? ഒരു യൂണിറ്റ് മാസ് ഇരിപ്പുണ്ട്. ഇതിപ്പോ പോയിന്റ് പി എന്ന് കൊടുക്കാം. ഈ പിയിൽ ഒരു യൂണിറ്റ് മാസ് ഇരിപ്പുണ്ട്. ഈ യൂണിറ്റ് മാസിൽ ഉണ്ടാവുന്ന നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടുന്ന് 0.04 മീറ്റർ ആകുമ്പോൾ ഇതും ഈ 8 കിലോഗ്രാം മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 0.12 മൈനസ് 0.04 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മാസ് ഈ 2 കിലോഗ്രാം കൊണ്ട് ഈ പോയിന്റ് പിയിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും 8 കിലോഗ്രാം കൊണ്ട് പിയിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇതിനെ m1 എന്നും ഇതിനെ m2 എന്നും ഈ യൂണിറ്റ് മാസിനെ m എന്നും പേര് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു ഏതാ? m1 കണ്ടുപിടിക്കാം. അപ്പൊ എഫ് എം m1 ഈക്വൽ ടു എങ്ങനെ കിട്ടും? g ഇൻറ്റു m ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? അവർ നമ്മൾ ഡിസ്റ്റൻസ് എത്രയാ? 0.04, അതിന്റെ സ്ക്വയർ. ഇനി ഇത് യൂണിറ്റ് മാസ് തന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 എന്നിട്ട് കൊടുക്കാം. അപ്പൊ g ഇൻറ്റു 1 ഇൻറ്റു 2 എത്ര കിട്ടും? 2g ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 0.04നെ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 10⁻² എന്ന് എഴുതാം. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16 ഇൻറ്റു എത്ര കിട്ടും? 10⁻⁻4 എന്ന് കിട്ടും. ഇതാണ് എന്ത്? എഫ് എം m1 എന്ന് പറയുന്നത്. m1 മാസ് കൊണ്ട് എന്തുണ്ടാക്കുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി m2 കൊണ്ട് ഉണ്ടാക്കുന്നതോ? എഫ് എം m2 ഈക്വൽ ടു g ഇൻറ്റു 1 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 0.12 മൈനസ് 0.04, അത് എത്ര കിട്ടും? 0.08 എന്ന് കിട്ടും. അപ്പൊ 0.08ന്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? 0.08നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 ഇൻറ്റു 10⁻² എന്ന് എഴുതാം. അതായത് 64 ഇൻറ്റു 10⁻4 എന്ന് എഴുതാം. അപ്പൊ ഇത് എത്ര കിട്ടും? 8g ഡിവൈഡഡ് ബൈ 64 ഇൻറ്റു 10⁻4. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിനെ നമുക്ക് 8നെ 64നെ വെട്ടി ഇവിടെ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 2ഉം 16നും വെട്ടി ഇവിടെ 8 എന്ന് കിട്ടും. അപ്പൊ ഇത് എത്ര കിട്ടും? g/8 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ. ഇത് എത്ര കിട്ടും? g/8 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ രണ്ടുപേരും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? രണ്ടുപേരും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതുകൊണ്ടുണ്ടാവുന്നത് ഇങ്ങോട്ടും ഇതുകൊണ്ടുണ്ടാവുന്നത് ഇങ്ങോട്ടും. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ടും ആക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ രണ്ട് ഫോഴ്സസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാൻ പറ്റും? F1 മൈനസ് F2 എടുക്കാൻ പറ്റും. രണ്ട് ഫോഴ്സ് സെയിം അല്ലേ? അപ്പൊ എത്ര കിട്ടൂടാ? രണ്ടും കുറയ്ക്കുമ്പോൾ 0 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ ഡി, 0 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. Kepler's third law states that square of period of revolution of a planet around the sun is proportional to the third power of average distance r between the sun and planet. That is, t square is directly proportional to r cube, അല്ലെങ്കിൽ t square is equal to k into r cube. ഇതാണ് എന്ത്? കെപ്ലറിന്റെ തേർഡ് ലോ, where k is constant. If the masses of sun and planet are m and smaller to m respectively, then as per Newton's law of gravitational force of attraction between them is
F is equal to gmm by r square. Here g is the gravitational constant. The relation between g and k is. അപ്പൊ നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്, ജിയും കെയും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഇവിടെ ആ ഒരു പ്ലാനറ്റ് ഉണ്ടാക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആർക്ക് ഈക്വൽ ആവണം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആവണം, എങ്കിലേ ആ ഒരു സിസ്റ്റം അതുപോലെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് പറയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താവണോടാ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വൽ ആവണം. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, എം വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ജി M1 M2 ബൈ ആർ സ്ക്വയർ. ഇവിടെ M1 എന്താ ക്യാപിറ്റൽ എം, M2 എന്താ സ്മാൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് കിട്ടൂടാ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഈ ആറും എന്ത് ചെയ്യും, വെട്ടിപ്പോവും. എമ്മും എന്ത് ചെയ്യും, വെട്ടിപ്പോവും. വി സ്ക്വയർ ഈസ് ഇക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. വി ഈസ് ഇക്വൽ ടു എത്ര കിട്ടും, റൂട്ട് ഓഫ് ജി എം ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, 2πr ഡിവൈഡഡ് ബൈ വി ആണ്. ഇവിടെ നമ്മൾ സ്ക്വയർ എടുത്താലോ, രണ്ടിടത്ത് സ്ക്വയർ എടുത്താൽ ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വി സ്ക്വയറിന് ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, ജി എം ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ ആർ സ്ക്വയറും ഈ ആറ് മുകളിൽ പോകുമ്പോൾ എന്താവും, ആർ സ്ക്വയർ ഇൻറ്റു ആർ വരും, അത് ആർ ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും, ജി എം എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് പറഞ്ഞേ ടി സ്ക്വയർ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ ആർ ക്യൂബ് ബൈ ജി എം. ഇവിടെ നീ 4π സ്ക്വയർ ബൈ ജി എം എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് അല്ലേ? ആ കോൺസ്റ്റന്റിനല്ലേ നമ്മൾ എന്തെന്ന് വിളിച്ചത്, കെ എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് എഴുതാം ഹിയർ കെ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ ഇട്ടുവിടാം, ജി എം കെ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ കെയും ജിയും തമ്മിലുള്ള റിലേഷൻ കിട്ടിയില്ലേ, ജി എം കെ ഈസ് ഇക്വൽ ടു 4π സ്ക്വയർ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?